പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് 24. അമ്മു സജീവന്റെ നീതിക്കായുള്ള 24ന്റെ ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിന് തുടക്കമായി. അമ്മു സജീവന്റെ മരണത്തിൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. മകളെ അപായപ്പെടുത്തിയതാണെന്ന ആരോപണമാണ് ഇന്ന് കുടുംബം ഉയർത്തിയത്. മകളെ ആശുപത്രിയിൽ എത്തിക്കാൻ 1 മണിക്കൂറോളം വൈകിപ്പോയെന്നും അമ്മുവിൻ്റെ പിതാവ് സജീവ് ഇന്ന് 24നോട് പറഞ്ഞു. മറ്റേ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ഇത്. ആ 3 കുട്ടികളെയും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ്. അതിൻ്റെ അമ്മ ഇവിടെ മദർ പീറ്റിയാണ് ഈ ഒരു കുട്ടിയുടെ. അതിനെ അവർ കോളേജുകാർ എന്നിട്ട് ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സോർട്ട് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ സോർട്ട് ഔട്ട് ചെയ്തു. ഒരു ഹോസ്റ്റലുകാരും എന്തോ വിളിക്കുന്നുണ്ട് എന്നോടിൽ നിന്ന്. അവളെ അപായപ്പെടുത്തിയത് തന്നെയാണ്. ഒരിക്കലും എനിക്കത് അവൾ സ്വന്തമായിട്ട് ചെയ്യത്തില്ല. കാര്യം ഈ കോളേജുകാർ പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെഫീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. യഥാർത്ഥത്തിൽ ഈ പിതാവ് പറയുന്നത് കേൾക്കും നമുക്കും ചില സംശയങ്ങളൊക്കെ തോന്നും. എന്തായാലും ഈ അമ്മുവിന് നീതി കിട്ടണമെന്ന കാര്യത്തിൽ നമുക്ക് 2 പക്ഷമില്ല. ഉറപ്പായിട്ടും. കാരണം വലിയ സ്വപ്നങ്ങളുമായി വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അമ്മു സജീവൻ പത്തനംതിട്ടയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 15-ാം തീയതി അപകടമുണ്ടാകുന്നു. അപകടം അത് ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമാണോ, മറ്റാരെങ്കിലും ചെയ്തതാണോ, ആത്മഹത്യയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളുടെ സ്ഥിരീകരണം കുടുംബത്തിന് നൽകുക സ്വാഭാവികമായും സർക്കാരിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ്. അതിനിടെയാണ് കുടുംബം വലിയ ചില ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. അത് കോളേജിനെതിരെയും ഹോസ്റ്റലിനെതിരെയും ആരോപണം അമ്മുവിന്റെ പിതാവ് ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദിവസം കഴിഞ്ഞ്, അതായത് 15-ാം തീയതി കഴിഞ്ഞ് ഇത്രയും ദിവസമായിരിക്കുന്നു. ഇതിനോടകം തന്നെ എന്താണ് തന്റെ മകൾക്ക് സംഭവിച്ചത്, അത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഉണ്ടെങ്കിൽ അതിന്റെ കാരണമെന്ത്, അതല്ല ഇനി സ്വയം ജീവനൊടുക്കിയതാണെങ്കിൽ അതിന്റെ കാരണമെന്ത്, അതറിയാനുള്ള അവകാശം അതൊരു നീതിയാണ്. അത് ആ കുടുംബത്തിന് അത് അവകാശമായി തന്നെ തുടരുന്നുമുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ രാവിലെ അമ്മുവിന്റെ പിതാവുമായി സംസാരിച്ചു. വലിയ സങ്കടത്തിൽ, അതല്ലെങ്കിൽ ആ കുടുംബം വലിയ സന്തോഷത്തിലായിരുന്നു. അപ്പാടെ തകർന്ന സാഹചര്യത്തിലാണ് കുടുംബം. അമ്മുവിന്റെ പിതാവ് ഇന്ന് ഉന്നയിച്ച ഓരോ കാര്യങ്ങൾക്കും മറുപടി കണ്ടെത്തി കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അമ്മുവിന്റെ പിതാവ് പറയുന്നു. അതായത് 3 സഹപാഠികളും അമ്മുവുമായി പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പരാതിയായി അമ്മുവിന്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പളെ അറിയിച്ചതാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അപകടം ഉണ്ടാകുന്ന ദിവസം രാവിലെ 8:30 അമ്മുവുമായി അമ്മുവിന്റെ പിതാവ് സംസാരിച്ചതാണ്. ഏറെ നേരം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് അമ്മു പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അന്ന് വൈകുന്നേരം ജീവനൊടുക്കുന്ന സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതിന് മറുപടി ആ കുടുംബത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കോളേജ് പ്രിൻസിപ്പൽ പലപ്പോഴായി പലതു പറയുന്നു. പ്രത്യേകിച്ച് അമ്മുവിന്റെ മൃതദേഹം കാണാനെത്തിയ സഹപാഠികളെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ തടഞ്ഞു എന്നതടക്കമുള്ള ആരോപണം കുടുംബത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി ഹോസ്റ്റലിനെ സംബന്ധിച്ചും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മു താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഏതാണ്ട് 1/2 മണിക്കൂറിൽ താഴെ, കറക്റ്റ് പറഞ്ഞാൽ 10 മിനിറ്റോളം ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം കഴിഞ്ഞിട്ടാണ് അമ്മുവിനെ ഹോസ്റ്റലിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിന്റെ കാരണം എന്താ? ഇനി രണ്ടാമത്തെ കാര്യം, പത്തനംതിട്ടയിൽ നിന്ന് 70 കിലോമീറ്റർ അപ്പുറം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്നിരിക്കെ എന്തിനാണ് 110 കിലോമീറ്ററിലധികം ദൂരമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്? ആ സമയത്ത് കൃത്യമായ ആംബുലൻസ് സൗകര്യം ഒരുക്കിയിട്ടില്ല. ഈ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചൊക്കെ ധാരണയുള്ളവരാണ് അമ്മുവിന്റെ അച്ഛനും അമ്മയും. അപ്പോൾ അവർ തന്നെ ചോദിക്കുന്നു, അവർ കാണുന്ന സമയത്ത് അമ്മുവിന് അത്തരത്തിലുള്ള ആംബുലൻസിൽ അത്തരം സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഒപ്പം ഉണ്ടായിരുന്ന അമ്മുവിനൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ എന്തുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്തില്ല? തന്റെ കുഞ്ഞിന് എന്തുകൊണ്ട് പ്രോപ്പർ ചികിത്സ നൽകിയില്ല എന്നുള്ളൊരു അച്ഛന്റെ സ്വാഭാവിക പ്രതികരണം, അതൊരു വൈകാരികമായി തന്നെ നമ്മൾ ആ മുഖത്ത് നിന്ന് വായിച്ചറിഞ്ഞോ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം. അല്പസമയം മുൻപ് 24ന്റെ പത്തനംതിട്ട പ്രതിനിധി ജയശങ്കർ കൊണ്ടുവന്നൊരു വാർത്ത, 14-ാം തീയതി പിങ്ക് പോലീസ് ഹോസ്റ്റലിൽ എത്തിയപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ഹോസ്റ്റൽ അധികൃതർ പറഞ്ഞില്ല. അപ്പോൾ ഹോസ്റ്റലിനെ കുറിച്ച് കേന്ദ്രീകരിച്ചും അന്വേഷണം വേണം എന്ന് അമ്മുവിന്റെ പിതാവ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരു പക്ഷേ തീരുമാനമുണ്ടായേക്കും. പോലീസ് അന്വേഷണത്തിൽ നിലവിൽ തൃപ്തിയുണ്ടെന്ന് അമ്മുവിന്റെ പിതാവ് പറയുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പക്ഷേ അമ്മുവിന്റെ വീട് സന്ദർശിച്ചേക്കും. താങ്ക് യു ഷെഫീദ് റാവുത്തർ.